शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. ആറ്റുകാൽ അമ്മയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ എന്നല്ല, ലോകമെമ്പാടുമുള്ള ഭക്തരുടെ ഒരു വലിയ വികാരം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വർഷങ്ങളായി നിരന്തരം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ചെറിയ ഭക്തയാണ് ഞാൻ. ചെറിയ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ഭക്തയാണ്. അനുഭവങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഓരോ അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ നമ്മൾ പൊങ്കാല അർപ്പിക്കുകയും അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ കൈകൂപ്പി നിൽക്കുന്നതൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് വളരെ കുട്ടിക്കാലത്ത് പൊങ്കാല അർപ്പിക്കാൻ വന്നതാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു തനി കലം ഞാൻ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ നമ്മൾ ഒരു തനി കലം ഇടുവാണെന്നുണ്ടെങ്കിലും ഭഗവതിയോട് നമ്മൾ സാധാരണ കുട്ടികൾ എന്താണ് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിക്കണം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ച വേറൊന്നുമല്ല, എനിക്കൊരു ഭയങ്കര നല്ലൊരു നല്ലൊരു കല്യാണം കിട്ടണേ എന്നൊക്കെയായിരുന്നു. അതെനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് എങ്ങനെയാണ് അത് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നിയത് എനിക്കിപ്പോഴും അത് അറിയില്ല. പക്ഷെ ഭഗവതി കടാക്ഷിച്ച് നല്ലൊരു ഭർത്താവിനെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഭഗവതി തന്ന ആദ്യത്തെ വരദാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ദേവിയുടെ എല്ലാ ഒട്ടുമിക്ക അവസരങ്ങളിലും അമ്മയുടെ പൊങ്കാല അർപ്പിക്കാൻ വരാൻ സാധിച്ചത് വളരെ വളരെ ഭാഗ്യവതിയാണ് ഞാൻ. ഭാഗ്യവതികളിൽ ഒന്നാണ്. എന്തായാലും ഈ വർഷവും പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. തീർത്തും അമ്മയായിട്ടുള്ള അതീവമായിട്ടുള്ള ഒരു ഭക്തി കാരണം നാലാഞ്ചിറയിൽ വസതിയുള്ള എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചതും അമ്മയുടെ നടയിൽ മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നും നമ്മൾ പൊങ്കാല ഇടുന്നതിനേക്കാളും അമ്മയുടെ നടയിൽ ഒരു വീട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ സങ്കല്പിച്ചു. സ്വന്തം വീട്ടിലിരുന്ന് പൊങ്കാല ഇടണം എന്നുള്ളത്. അങ്ങനെ അമ്മയുടെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങാനിടയായി. അപ്പം അവിടെയും ആണ് കുറച്ച് വർഷങ്ങളായിട്ട് പൊങ്കാലയിട്ട് വരുന്നത്. ഇതൊക്കെ ഒരു അനുഭവമാണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയും അനുഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ വ്യക്തികൾക്ക് ആറ്റുകാൽ അമ്മയും പത്മനാഭസ്വാമികളും എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭക്തിയുടെ അതിസാന്ദ്രമായ ഒരു വികാരം തന്നെയാണ്. അത് എന്നും എപ്പോഴും ഈ ഒരു ഭഗവതിയുടെ തുണ ഉണ്ടാകും എന്നുള്ളൊരു വലിയ സങ്കല്പത്തിൽ കൂടെയാണ് പ്രാർത്ഥനയും ജീവിതവും. എന്നെപ്പോലെ തന്നെ എല്ലാ ഭക്തർക്കും ഒരുപാട് നല്ല അനുഭവങ്ങൾ ഭഗവതി അരുളട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പൊങ്കാലയിടുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അവരവരുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ സാഫല്യം അമ്മ നിറവേറിക്കൊള്ളട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी
നാരായണി നമോസ്തുതേ. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.